ഇപ്പോഴെന്താ രജിസ്ട്രാറിൻ്റെ വിഷയത്തിലുള്ള തർക്കം? മിനി കാപ്പനെ അവിടെ അംഗീകരിക്കുകയാണ് രജിസ്ട്രാറായിട്ട്. നിലവിൽ സിൻഡിക്കേറ്റ് അവിടെയുണ്ട്. ആ വിഷയത്തിൽ ആദ്യം മിനി കാപ്പൻ വിസമ്മതിക്കുന്നു, ഉത്തരവിടുന്നു. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത്. എന്നിട്ട് നിലവിൽ എല്ലാ ഫയലുകളും തനിക്ക് കിട്ടണം, എല്ലാ ഫയലുകളും നേരിട്ട് ആക്സസ് വേണമെന്നാണ് വി സി പറയുന്നത്. വി സിക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത്? അതിനുവേണ്ടി വി സി ആരെയാണ് സമീപിക്കുന്നത്? സ്വകാര്യ സർവീസ് പ്രൊവൈഡറെ സമീപിക്കുന്നു. സ്വകാര്യ സർവീസ് പ്രൊവൈഡർ എടുത്ത് പറയുകയാണ്, അഡ്മിൻ നിയോഗിച്ച് എല്ലാ നോഡൽ ഓഫീസർമാരുടെയും ആക്സസ് കട്ട് ചെയ്യണം. ഒന്ന് നോക്കൂ, ഹിറ്റ്ലർ ഒരു രാജ്യമാണ് ഭരിച്ചതെങ്കിൽ കുന്നുമ്മേൽ ഭരിക്കാൻ ശ്രമിച്ചത് ഒരു സർവകലാശാലയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് അയാൾ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ കിടന്ന് പെരളുന്നത്. എന്നിട്ടാണ് മോഹൻ കുന്നുമ്മേൽ ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അയാൾ പറയുകയും ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഇത് പറയുന്നത്? ഇത് തുടങ്ങിയത് മോഹൻ കുന്നുമ്മേൽ, ഇത് വളർത്തിയത് മോഹൻ കുന്നുമ്മേൽ, ഈ നടപടികളുമായി പോയത് മോഹൻ കുന്നുമ്മേൽ. ഈ സർവകലാശാലയുടെ അന്ത്യം കണ്ടുപോകുന്ന ഒരു വി സി ആയി മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഐൻസ്റ്റീനെ പോലെയുള്ള വലിയ പ്രതിപാദനരായ ആളുകളെ സർവകലാശാലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സർവകലാശാലയ്ക്ക് ഇതിലും മികച്ച ഒരു വി സിയെ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളം തോണ്ടാൻ വരുന്ന മുന്നമാരെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം.